ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു റിച്ചീസ് യൂട്യൂബ് ചാനൽ. അപ്പൊ ആദ്യം തന്നെ എല്ലാവർക്കും മെറി ക്രിസ്മസ്. അപ്പോ ഇന്നിപ്പോ ഞങ്ങള് പള്ളിയിൽ പോവാണ്. നാളെയാണ് ക്രിസ്മസ്. ഇന്ന് 24th നമ്മളെല്ലാരും കൂടി പള്ളിയിൽ പോവാ. ആക്ച്വലി ഞാൻ നാളെ രാവിലെ തൊട്ട് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചതാണ്. പക്ഷെ പ്രവീൺ പറഞ്ഞു നമുക്ക് ഇന്ന് ഈവനിങ്ങില് പള്ളിയിൽ പോവാന്ന്. അപ്പം നമുക്ക് ഇന്ന് പള്ളിയിൽ തൊട്ട് നല്ലൊരു ഇതിൽ സ്റ്റാർട്ട് ചെയ്യാം എന്ന് വിചാരിച്ചു. അപ്പോൾ ഇപ്പോൾ പള്ളിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് വലിയ ആഘോഷങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. ജസ്റ്റ് ഫുഡ് ഉണ്ടാക്കുക, കഴിക്കുക, ഗസ്റ്റോ അങ്ങനെയൊന്നുമില്ല. ജസ്റ്റ് ഞങ്ങൾ മാത്രമായിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുക, എന്തെങ്കിലും അല്ല ബിരിയാണി ഉണ്ടാക്കുക, കഴിക്കുക. അതാണ് നാളത്തെ അജണ്ട. ഓക്കെ, അപ്പോൾ എന്താണ് പ്രവീൺ പറയാനുള്ളത് ക്രിസ്മസ് ആയിട്ട്? ഇപ്രാവശ്യം ക്രിസ്മസ് ആഘോഷിക്കുന്നില്ല. എൻ്റെ പ്രിയപ്പെട്ട ചായൻ, അതായത് എൻ്റെ ഡാഡിനെയാണ് പറയുന്നത്, നമ്മളെ വിട്ടു പോയതാണ്. അപ്പോൾ ഒരു വർഷം കഴിയട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ആഘോഷിക്കാത്തത്. എന്നാലും ചെറിയ രീതിയിൽ ആഘോഷിക്കുന്നു. ജസ്റ്റ് ഫുഡ് ഉണ്ടാക്കുക, കഴിക്കുക. വലിയ സെലിബ്രേഷനോ കാര്യങ്ങളോ ഒന്നുമില്ല. പ്രാൺ എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് പറയണോ? പ്രാൺ അങ്ങനെ അറ്റത്തിരിക്കുകയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഒന്നും അറിയില്ല. പക്ഷെ ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് പള്ളിയിൽ എത്തിയിട്ട് കാണാൻ നല്ല ഉണ്ടാവുന്നല്ല ഉണ്ട്. നല്ല തിരക്ക് തന്നെയാണ് പള്ളിയിൽ, എല്ലാ പള്ളിയിലും. ഓക്കെ, അപ്പോൾ നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. ഗൈസ്, ഞങ്ങൾ പള്ളിയിലെത്തി. ഭയങ്കര തിരക്കാണ്, ഒരു രക്ഷയില്ല. വെളിയിലാണ് പ്രെയർ ഉള്ളത്, പള്ളിയുടെ ഉള്ളിലല്ല പ്രെയർ, വെളിയിലാണ്. കുറേ ആൾക്കാരുള്ളത് കൊണ്ട് തന്നെ വെളിയിലാണ് പ്രെയർ വെച്ചിരിക്കുന്നത്. ഭയങ്കര ക്രൗഡാണ് ഗൈസ്, പ്രാർത്ഥിച്ചിട്ട് വരാവേ. Through the ministry of the church, may God grant you pardon and peace. And I absolve you from your sins in the name of the Father, and of the Son, and of the Holy Spirit. Please remain standing. We will now begin with our opening hymn. അപ്പോൾ ഗൈസ്, ഞങ്ങൾ ആ പള്ളിയിൽ നിന്ന് ഇറങ്ങി. ഭയങ്കര തിരക്കായിരുന്നു എന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്കായിരുന്നു. അപ്പോൾ നമ്മൾ പ്രാർത്ഥിച്ചു, അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നമ്മളിനി അടുത്ത പള്ളിയിലോട്ട് പോവാണ്. ഓർത്തഡോക്സ് പള്ളിയിലോട്ട് പോവാണ്. ആക്ച്വലി ഞാൻ ഓർത്തഡോക്സ് കരുത്തിയാണ്. പിന്നെ ഡാഡിയും മമ്മിയും ഒക്കെ ഉള്ളപ്പോൾ ഞങ്ങളിവിടെ കാത്തലിക് ചർച്ചിൽ വരാറുണ്ട്. എല്ലാ വെനസ്ഡേസിലും നൊവേനയ്ക്ക് വേണ്ടിയിട്ടാണ് വരുന്നത്. സോ ഞാൻ പേഴ്സണലി ഈ ചർച്ചിലാണ് കുറച്ച് അറ്റാച്ച്ഡ് ആയിട്ടുള്ളത്. അപ്പോൾ ഡാഡി മമ്മിയൊക്കെ ഉള്ളപ്പോഴായിരുന്നു ഞാൻ ഓർത്തഡോക്സ് പള്ളിയിൽ പോയത്. പിന്നെ പ്രവീണെ കല്യാണം കഴിച്ചതിന് ശേഷം പോയിട്ടില്ല. 17 വർഷത്തിന് ശേഷമാണ് ഇപ്പോൾ ഓർത്തഡോക്സ് പള്ളിയിൽ ഞങ്ങൾ പോകുന്നത്. പഴയ പള്ളിയൊക്കെ പൊളിച്ച് ഇപ്പോൾ റീസെൻ്റ്ലി ആണ് പുതിയ പള്ളിയൊക്കെ പണിത് അതിൻ്റെ ഇനോഗ്രേഷനൊക്കെ കഴിഞ്ഞു. ജസ്റ്റ് ഫ്യൂ ഡേയ്സ് ആയിട്ടേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ പണി തീർന്നു, ഇനോഗ്രേഷൻ കഴിഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ ക്രിസ്മസ് ഒക്കെ ആകുമ്പോഴത്തേനും നമുക്ക് ആ പള്ളിയിൽ പോവാം എന്ന് വിചാരിച്ചു.
അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ ആ പള്ളിയിലോട്ട് പോവാണ്. ഇവിടെ ഒന്നും പാർക്കിംഗ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ കിട്ടിയ പാർക്കിങ്ങിൽ വണ്ടി അവിടെ വെച്ചിട്ട് ആ പള്ളിയിലോട്ട് നടക്കുകയാണ്. ഇവിടുത്തെ എല്ലാ പള്ളികളും ഒരു ഏരിയയിലാണ് ഉള്ളത്. അപ്പം ജസ്റ്റ് വാക്കബിൾ ഡിസ്റ്റൻസേ ഉള്ളൂ. അതുകൊണ്ട് വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ട് ഞങ്ങളിപ്പം ആ പള്ളിയിലോട്ട് പോവാണ്. ഞാൻ ആ പള്ളിയുടെ ഒരു വ്ളോഗ് മാത്രമായിട്ട് വേറൊരു ദിവസം എടുക്കാനുള്ള പ്ലാനുണ്ട്. ഓക്കെ, ഇപ്പം നമുക്ക് അവിടെ പോയി ജസ്റ്റ് പ്രാർത്ഥിച്ചിട്ട് വരാം. ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. മെറി ക്രിസ്മസ് ടു എവ്രി വൺ. ഇന്ന് 25th ആയി. ഇന്ന് ക്രിസ്മസ് ആണ്. രാവിലെ 6 മണിയായി. ഇന്നലത്തെ വീഡിയോ പിന്നെ ഞാൻ കണ്ടിന്യൂ ചെയ്തില്ല. ഇന്നലെ ആ പള്ളിയിൽ, ഓർത്തഡോക്സ് പള്ളിയിൽ കയറി ഭയങ്കര ക്രൗഡായിരുന്നു. ഞാനത് ആസ് ഐ ടോൾഡ് യെസ്റ്റർഡേ, ഇന്ന് അതിൻ്റെ ഒരു പ്രത്യേകമായിട്ടുള്ളൊരു വീഡിയോ എടുക്കാനായിട്ടായിരുന്നു ഇരുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇന്നലെ ആ വീഡിയോ ആ പള്ളിയുടെ ഒന്നും കാണിക്കാഞ്ഞത്. സെപ്പറേറ്റ് ആയിട്ട് ഒരു വീഡിയോ എടുക്കുമ്പോഴല്ലേ ഒരു രസം, നിങ്ങൾക്ക് കാണാനും ഒരു രസം അന്നേരമല്ലേ തോന്നാം. സോ അത് റിപ്പീറ്റേഷൻ വരണ്ടെന്ന് വിചാരിച്ചിട്ട് ഐ ഡിഡ്ന്റ് ടേക്ക് ദ വീഡിയോ. പിന്നെ അത് മാത്രമല്ല ഭയങ്കര ഇമോഷണലായിപ്പോയി. ഞാൻ ഡാഡി മമ്മി ഉള്ളപ്പോഴായിരുന്നു ആ പള്ളിയിൽ പോയത്. പിന്നെ പ്രവീണിനെ കല്യാണം കഴിച്ചതിന് ശേഷം ആ പള്ളിയിൽ പിന്നെ പോയിട്ടില്ല. പിന്നെ ഇന്നലെയാണ് അത്രയും വലിയൊരു ഗ്യാപ്പിന് ശേഷം പോയത്. സോ പെട്ടെന്ന് ആ പള്ളിയിൽ കയറിയപ്പോൾ അവിടെ അങ്ങനെ ഒരു കുറച്ച് നേരം അങ്ങനെ നിന്നു, പ്രയറിന് അങ്ങനെ കുറച്ച് നേരം നിന്നപ്പം എന്തോ ഭയങ്കര ഇമോഷണലായി. ഡാഡിനെ ശരിക്കും മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ വീഡിയോ എടുത്തില്ല, കണ്ടിന്യൂ ചെയ്തില്ല. പിന്നെ ഇങ്ങ് പോന്നു, വേറെ എവിടെയും പോയൊന്നുമില്ല. ജസ്റ്റ് പള്ളിയിലായിട്ട് നമ്മൾ പോയതാണ്. പോയി പ്രാർത്ഥിച്ചു വന്നു. എന്നിപ്പോൾ രാവിലെ ആയി. ഇന്ന് ജോലിയുണ്ട്. അപ്പോൾ പ്രവീണിന് ജോലിയുണ്ട്. യെസ്, അപ്പം പ്രവീണിനെ ഇപ്പോൾ രാവിലെ എണീപ്പിക്കണം. അപ്പം പ്രവീണിന് ആദ്യം ചായ കൊടുക്കണം, പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം. ഞാനിന്ന് അപ്പവും വെജിറ്റബിൾ കുറുമ ഉണ്ടാക്കിയാലോ എന്ന് വിചാരിക്കുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഉച്ചയ്ക്ക് ഓൾറെഡി ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. സോ രാവിലെയും നോൺ വെജ് വേണ്ടെന്ന് വിചാരിച്ചു. പിന്നെ എനിക്ക് മട്ടൻ സ്റ്റൂ, ബീഫ് സ്റ്റൂ ഇതൊന്നും ഉണ്ടാക്കാൻ അറിയത്തില്ല. ആ കൂടെ ചിക്കൻ സ്റ്റൂ ആണ് ഉണ്ടാക്കുന്നത്. അപ്പം ഉച്ചയ്ക്ക് ചിക്കൻ ബിരിയാണിയാണ്. അപ്പം രാവിലെ ചിക്കൻ സ്റ്റൂ ഉണ്ടാക്കണ്ടെന്ന് വിചാരിച്ചു. സോ ഐ തോട്ട് വെജിറ്റബിൾ കുറുമ ഉണ്ടാക്കാം. അതാകുമ്പോൾ എല്ലാവർക്കും ഇഷ്ടമാണ്. ഓക്കെ, അപ്പോൾ സമയമില്ല. നമുക്ക് ആദ്യം പ്രവീണിന് ചായ കൊടുക്കാം. ഓക്കെ, എല്ലാവരും നല്ല ഉറക്കമാണ് ഗൈസ്. അതുകൊണ്ടാണ് ഞാൻ ബാൽക്കണിയിൽ ചെന്നിട്ട് ഞാൻ വീഡിയോ എടുത്തത്. കുറച്ചും കൂടെ ഇപ്പം ഭയങ്കര ഇരുട്ടാണ് വെളിയിൽ. കുറച്ചും കൂടി വെളിച്ചമൊക്കെ വരുമ്പോൾ ഞാൻ ചുമ്മാ പുറത്തെ വ്യൂ ഒക്കെ ഒന്ന് കാണിച്ചു തരാം. അപ്പുറത്തേന് നമുക്ക് വെജിറ്റബിൾ കുറുമയുടെ സംഭവങ്ങളൊക്കെ ഒന്ന് ആക്കി തരാം. ഞാൻ എങ്ങനെയാണ് വെജിറ്റബിൾ കുറുമ ഉണ്ടാക്കുന്നതെന്നുള്ളത് ഞാൻ കാണിച്ചു തരുന്നില്ല, കാരണം എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ പിന്നെ വെറുതെ ഇങ്ങനെ കാണിക്കണേ. എന്നാലും ചുമ്മാ ജസ്റ്റ് പെട്ടെന്ന് എല്ലാം ഒന്ന് പെട്ടെന്നൊന്ന് കാണിച്ചു തരാം കേട്ടോ. ആദ്യം ചായ കൊണ്ട് കൊടുക്കട്ടെ. ഈ കോലത്തിൽ പ്രവീണിന് വീഡിയോ എടുക്കുന്നത് ഇഷ്ടമല്ല. സോ ഞാൻ ചായ കൊടുത്തിട്ട് വരാം. ഓക്കെ, അപ്പം നമുക്ക് വെജിറ്റബിൾ കുറുമ ഉണ്ടാക്കാം. അതിനുവേണ്ടി ഞാൻ സവാള എടുത്തിട്ടുണ്ട്, പച്ചമുളക് എടുത്തിട്ടുണ്ട്, പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഞാൻ ഇന്നലെ ചെയ്ത് വെച്ചാണ്. സോ ദാറ്റ് ബിരിയാണിക്കും നമ്മുടെ വെജിറ്റബിൾ കുറുമ ഉണ്ടാക്കാൻ എടുക്കാം. ഓക്കെ, സോ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പൊട്ടറ്റോ, പിന്നെ വെജിറ്റബിൾസ് ഫ്രോസൺ വെജിറ്റബിൾസ് ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. സോ അതിനകത്ത് പൊട്ടറ്റോ ഇല്ലായിരുന്നു. സോ അത് ഞാൻ എക്സ്ട്രാ ആയിട്ട് എടുത്തു. ഇത്രയും ഐറ്റംസാണ് നമുക്ക് വെജിറ്റബിൾ കുറുമ ഉണ്ടാക്കാനായിട്ട് തൽക്കാലം വേണ്ടത്. ഓക്കെ,
നമ്മുടെ വെജിറ്റബിൾ കുർമ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഗൈസ്. ഓക്കെ, ഇനി നമുക്ക് വേഗം അപ്പം ഉണ്ടാക്കാം. അപ്പോൾ ഗൈസ്, നമ്മൾ വെജിറ്റബിൾ കുർമ ഉണ്ടാക്കി കഴിഞ്ഞു. ഇനി നമുക്ക് അപ്പം ഉണ്ടാക്കാം. അത് ഇച്ചിരി കഴിഞ്ഞിട്ട് നമുക്ക് ഉണ്ടാക്കാവേ. അപ്പോൾ ഞാൻ നിങ്ങളെ പുറത്തെ ഒരു തണുപ്പായപ്പോഴത്തേ ഉള്ളൊരു വ്യൂ കാണിച്ചു തരാം. ഓക്കെ, ചെറിയ ഫോഗും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിള്ളേരൊക്കെ നല്ല ഉറക്കമാണ്, ഞാൻ കാണിച്ചു തരാം. ദറിയ നല്ല ഉറക്കമാണ്, പ്രാൺ നല്ല ഉറക്കമാണ്. പ്രവീൺ കുളിക്കാനായിട്ട് പോയി. അപ്പോൾ നമുക്ക് വെളിയിൽ പോയി എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. ഇത് ഞങ്ങളുടെ ചെടിയാണ്. ഇത് തുളസി ഉണ്ട്, അലോവേറ ഉണ്ട്, കറിവേപ്പിലയുണ്ട്. ഞാനിപ്പോൾ ഈ കറിവേപ്പിലയിൽ നിന്നാണ് ഇപ്പോൾ ഞാൻ പൊട്ടിച്ച് നമ്മുടെ വെജിറ്റബിൾ കുർമയ്ക്ക് ഇട്ടത്. എൻ്റെ കറിവേപ്പില തീർന്നു പോയി. സോ ഞാൻ ഇതിൽ നിന്നാണ് എടുത്തത്. കറിവേപ്പില, അലോവേറ ആൻഡ് തുളസി ഈസ് ന്യൂ ഹിയർ. പുതിയതായിട്ട് ഞങ്ങൾ മേടിച്ചതാണ്. എനിക്ക് തുളസി ഭയങ്കര ഇഷ്ടമാണ്. സോ ഞങ്ങളിപ്പം ഇടയ്ക്ക് മേടിച്ചതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഗൈസ് പുറത്തെ വ്യൂ. ചെറിയ ഫോഗ് ഉണ്ട്, തണുപ്പും കാര്യങ്ങളെല്ലാം. ഇന്ന് വർക്കിംഗ് ഡേ ആണ്, ക്രിസ്മസ് ആയിക്കൊണ്ട് എല്ലാവർക്കും ജോലിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ ജോലിക്കൊക്കെ പോകുന്നതിൻ്റെ ഒക്കെ തിരക്കാണ്. പ്രവീണും ജോലിക്ക് പോകുന്നതിൻ്റെ തിരക്കിൽ കുളിക്കുന്നു. ചെറിയ മഞ്ഞ് ഉണ്ട്. അവിടെ ഒരു ബാസ്കറ്റ് ബോൾ കോർട്ടുണ്ട് കേട്ടോ. എല്ലാ ദിവസവും രാവിലെ കുറേ ഫിലിപ്പീൻസ് വന്നിട്ട് അവിടെ കളിക്കുന്നതാണ്. ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാവേ. ഇന്നിപ്പോൾ ആരുമില്ല. ഇന്നിപ്പോൾ ക്രിസ്മസ് ഒക്കെ ആയതുകൊണ്ടായിരിക്കും ആരുമില്ല. കേട്ടോ, ഇതൊരു പാർക്കാണ്. ഞാൻ ഈ പാർക്കിലല്ല നടക്കാൻ പോകുന്നത്. ഇതിൻ്റെ തൊട്ട് അപ്പുറത്ത് ഒരു സിഗ്നൽ കഴിഞ്ഞിട്ടുള്ളൊരു പാർക്കുണ്ട്. ആ പാർക്കിലാണ് ഞാൻ നടക്കാൻ പോകുന്നത്, ഈ പാർക്കിലല്ല. കേട്ടോ, എങ്ങനെയുണ്ട്? കൊള്ളാം. അവിടെ ഒരു മോസ്ക് ഉണ്ട്. ആൾക്കാരൊക്കെ രാവിലെ നടക്കാനായിട്ട് വരുന്നു. സോ ഇതാണ് ഇവിടുത്തെ രാവിലത്തെ വ്യൂ. ഓക്കെ, നമുക്ക് അപ്പം ഉണ്ടാക്കണം. അത് പ്രവീണിൻ്റെ കുളിയൊക്കെ കഴിയാറാകുമ്പോൾ നമുക്ക് അന്നേരം ചൂടാം. ഞാൻ നേരത്തെ ചുട്ട് വെക്കത്തില്ല, കാരണം ചൂടോട് വേണം നമ്മൾ ഇതൊക്കെ കഴിക്കാനായിട്ട്. സോ ഇച്ചിരി കഴിഞ്ഞിട്ട് നമുക്ക് അപ്പം ചൂടാം. എൻ്റെ മുടിയെല്ലാം വെളുത്തിരിക്കുകയാണ് ഗൈസ്. എല്ലാം വെളുത്തിരിക്കുകയാണ്. ഞാൻ ഡൈ അല്ലല്ലോ, എണ്ണ ഇടാനായിട്ട് മറന്നുപോയി. ഇനി ന്യൂ ഇയർ ഒക്കെ ആകുമ്പോഴത്തേനും എണ്ണ ഇടാം. ഇതിപ്പം മറന്നുപോയിട്ടാണ്, ശരിക്കും മറന്നുപോയി ഞാൻ എണ്ണ ഇടാനായിട്ട്. ആ ഗൈസ് താണ്ട് കുളിച്ച് കഴിഞ്ഞ് വന്നിരിക്കുന്നു. ഫുഡ് കൊടുത്തതാണ്, പക്ഷെങ്കിൽ ഫോണിലിരുന്നാണ്. എല്ലാവർക്കും ആശംസകൾ എന്നാ ഇവിടെയും കൂടി നോക്കി ഒരു ആശംസകൾ എല്ലാവർക്കും മേരി ക്രിസ്മസ്. വേഗം എൻ്റെ അപ്പം സ്റ്റൂവും കഴിച്ച് നോക്കട്ടെ എങ്ങനെ ഉണ്ടെന്ന്. സൂപ്പർ. കഴിച്ചില്ല, കഴിക്ക്. ഓക്കെ ഗൈസ്, അപ്പോൾ പ്രവീൺ കഴിച്ചിട്ട് വേഗം പോകാൻ നോക്കട്ടെ. ഹായ് റിയ, ഗുഡ് മോർണിംഗ്. ഒരു മേരി ക്രിസ്മസ് പറഞ്ഞ എല്ലാവരോടും. അപ്പം കറിയും കഴിച്ചോ? എന്നിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? ഇവളൊരു അപ്പം ഫാനാണ് ഗൈസ്. അപ്പം തന്നെ കൊടുത്താലും കഴിക്കും. എത്ര അപ്പം ഉണ്ടെങ്കിലും എൻ്റെ മോള് കഴിച്ചോളൂ. അവൾക്ക് അപ്പം ഭയങ്കര ഇഷ്ടമാണ് അല്ലേ? കഴിച്ചോട്ടാ. നമുക്ക് അടുത്ത ആളെ നോക്കാം. രാവിലെ എണീറ്റ് പല്ലൊക്കെ തേച്ച് ഫോൺ ഇത്രയും നേരം ഓണായിരുന്നു, ഇപ്പം വീഡിയോ എടുത്തപ്പോൾ ഓഫാക്കിയതാ. സോ എല്ലാവരോടും ഒരു മേരി ക്രിസ്മസ് ഒക്കെ പറ. മേരി ക്രിസ്മസ്. കഴിക്കാനായിട്ട് കൊടുത്തിട്ടേ ഉള്ളൂ. ഇനി അതൊരു 2 മണിക്കൂർ ഇതും കൊണ്ട് ഇങ്ങനെ ഇരിക്കും അല്ലേ പ്രാൻ? വേഗം കഴിക്കും. അപ്പോൾ ഗൈസ്, നമ്മളിനിയും ബിരിയാണി ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പാണ്. പ്രവീൺ ഓഫീസിൽ പോയിട്ട് തിരിച്ചു വന്നു. പക്ഷേ നമ്മുടെ കയ്യിലിരുന്ന സബോള തികയത്തില്ലായിരുന്നു. അപ്പം കുറച്ചും കൂടി ഒന്ന് മേടിക്കാനായിട്ട് താഴോട്ട് പോയി. അപ്പോഴത്തേനും ഞാൻ എല്ലാം പൊളിച്ചൊക്കെ വെച്ചു.
ഉള്ള സവാള ഫുൾ എടുത്ത് പൊളിച്ച് വെച്ചു. പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് റെഡിയാണ്. ടൊമാറ്റോയുടെ ഇതൊക്കെ എടുത്തു, തൊലി എടുത്തു. അരി സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചിക്കൻ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇനിയും പ്രവീൺ വന്നിട്ട് നമുക്കുണ്ടാക്കാം. പ്രവീണാണ് ബിരിയാണി ഉണ്ടാക്കാൻ സ്പെഷ്യലിസ്റ്റ്. ബിരിയാണി സ്പെഷ്യലിസ്റ്റാണ് പ്രവീൺ. ഓക്കെ, അപ്പോൾ വന്നിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ബിരിയാണി ഉണ്ടാക്കുന്നത് ഞാൻ കാണിക്കുന്നില്ല കേട്ടോ, അതിപ്പോൾ എല്ലാവർക്കും എല്ലാം അറിയാവുന്നതല്ലേ. എന്തായാലും പ്രവീൺ വരട്ടെ. ഓക്കെ ഗൈസ്, ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കുറച്ച് നേരമായി. എന്തെങ്കിലും പറയാനുണ്ടോ? ലൈക്ക് എനി ടിപ്സ്? ഇന്ന് തലശ്ശേരി ദം ബിരിയാണി ഉണ്ടാക്കണം. അപ്പോൾ നമ്മൾ സബോള കുറച്ച് ഫ്രൈ ചെയ്തിട്ടാണ് ഇടുക. കുറച്ച് നല്ല മെയിൻ ഇൻഗ്രീഡിയൻസ് എന്നുണ്ടെങ്കിൽ മസാലയ്ക്ക് സബോള നന്നായി വറുത്ത് ഗോൾഡൻ കളറിൽ വറുത്ത് കോരിയിട്ട് അതിട്ടിട്ടാണ് മസാല ഉണ്ടാക്കുന്നത്. ശരിയോ? അങ്ങനെയാണ് ഗൈസ്. അപ്പോൾ നമ്മൾ ഏകദേശം ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഉണ്ടാക്കിയിട്ട് വേഗം വരാം. അപ്പോൾ ഗൈസ്, മസാല ഏകദേശം അല്ല, റെഡിയായോ? റെഡി ആയിട്ടുണ്ട്. ഈ പുക കാരണം കാണില്ല. റെഡി ആയിട്ടുണ്ട്. ഇനി റൈസ് ആവണം. അപ്പോൾ ഗൈസ്, ഞങ്ങൾ ദം ബിരിയാണി പൊട്ടിക്കാൻ പോവാണ്. പൊട്ടിച്ചോളൂ. അടിപൊളി. എങ്ങനെയുണ്ട് ഗൈസ്? എനിക്ക് കഴിച്ച് നോക്കുമ്പോൾ അറിയാം എങ്ങനെയുണ്ടെന്നുള്ളത്. നല്ല മണവും ഗുണവും ഒക്കെ വരുന്നുണ്ട്. സൂപ്പറാണ്. നമ്മളെ എൻ്റെ കളറും ഇതൊക്കെ നമ്മളെ സൂപ്പറാണ്. നമ്മളിതിൽ കളറൊന്നും ആഡ് ചെയ്തിട്ടില്ല കേട്ടോ. മസാലയുടെ ഇതാണ് റൈസിനകത്ത് നമ്മൾ ഒഴിച്ചത്. സൂപ്പറാണ്. കണ്ട, അല്ലാതും സൂപ്പറായി വെന്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഉണ്ടാക്കുക. അപ്പോൾ ഗൈസ്, നമ്മുടെ ബിരിയാണി ഒക്കെ റെഡി ആയിട്ട് പ്രവീൺ ചെറുതായിട്ടൊന്ന് സ്മോൾ അടിക്കാനുള്ള പരിപാടിയാണ്. ടച്ചിങ്സിന് മുട്ടയുണ്ട്, വാട്ടർമെലൺ ഉണ്ട്. ഞാൻ ഒരു ബ്രീസാണ് എടുത്തിരിക്കുന്നത്, വാട്ടർമെലണിൻ്റെ. ഓക്കെ, അപ്പോൾ ഇതിലോട്ട് നോക്കിയിട്ട് പിയേഴ്സ് പറഞ്ഞോളൂ. പിയേഴ്സ്. അപ്പോൾ ഗൈസ്, ഞങ്ങൾ ബിരിയാണി കഴിക്കാൻ പോവാണ്. പ്രവീൺ, ബിരിയാണി എങ്ങനെയുണ്ട്? ഒരു രക്ഷയില്ല മക്കളെ, നിങ്ങൾ കഴിച്ചു നോക്കണം. അത് വേറെ ലെവലാണ്. ഈ ബിരിയാണി കണ്ടപ്പോ ഞാൻ എൻ്റെ ഭാര്യനെ ഒന്നും എനിക്ക് ഓർമ്മയില്ല. അയ്യോ, അത്ര സൂപ്പറാ. ഞാനൊന്ന് കഴിച്ചു നോക്കട്ടെ. ഓക്കെ, അപ്പം ഗൈസ്, നമുക്ക് കഴിക്കാം. ആദ്യം കുറച്ച് സാലഡ് എടുക്കാം. ഓക്കെ, ചോറ് ഇങ്ങനെ അടക്കാം. പിന്നെ ഒരു പീസ് ചിക്കൻ ഇങ്ങനെ എടുക്കാം. ഇതെല്ലാം കൂടെ എൻ്റെ വായിക്കൊള്ളണോ? നല്ല സൂപ്പർ. ഈ 2 മുട്ട അതിൽ ഒന്നാ ഫ്രീയാക്കാൻ കേട്ടോ. അത് ഞാനാണ് അവൾക്ക് വരയ്ക്കുന്നത്. അതുകൊണ്ട് എനിക്കല്ലേ ചുമ്മാ പറയണ്ടാണ്. ഞാനാണ് സൂപ്പർ. ഹലോ ഗായ്സ്, അപ്പം ബിരിയാണിയൊക്കെ കഴിച്ച് ഇപ്പോൾ സമയം രാത്രി 8:30 കഴിഞ്ഞു. ഓക്കെ, പുറത്തൊന്നും പോയില്ല. ഫുഡ് കഴിച്ച് കഴിഞ്ഞ് പിന്നെ കുറച്ച് ഫോൺ കോൾസും കാര്യങ്ങളായിട്ടൊക്കെ ഇരുന്നു. അത് കഴിഞ്ഞിട്ട് പ്രവീൺ കിടന്നുറങ്ങി. ഞാനിരുന്നൊരു സിനിമ കണ്ടു. ഇവർ പ്രാണും റിയയും ഇരുന്നൊരു ഗെയിം കളിച്ചു. അവരും ഗെയിംസ് ആയിരുന്നു. പിന്നെ ഇപ്പം കുറച്ച് മുന്നേ പ്രാൺ അവൻ്റെ ഫ്രണ്ട്സിനെ കാണാൻ വേണ്ടി പോയി. പിന്നെ ഇനി ഇനി ഒന്നുമില്ല. ഭയങ്കര ക്ഷീണം, ഉറക്കം വരുന്നുണ്ട് സത്യം പറഞ്ഞാൽ. പിന്നെ ഇവർക്ക് പിള്ളേർക്ക് എന്തെങ്കിലും ഫുഡ്, ലൈറ്റായിട്ട് എന്തെങ്കിലും ഫുഡ് ഇവർക്ക് കൊടുക്കുക. എനിക്ക് ഒന്നും വേണ്ട, ഐ എം ടോട്ടലി ഫുൾ. ഇവർക്ക് എന്തെങ്കിലും കൊടുക്കുക, എല്ലാം എടുത്ത് വെക്കുക, കിടന്നുറങ്ങുക. ബിരിയാണി കഴിച്ചതിൻ്റെ ക്ഷീണമാണെന്ന് തോന്നുന്നു. ഭയങ്കര ടയർഡ്നെസ്. ഇപ്പം വേറെ വിശേഷങ്ങളൊന്നുമില്ല. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെക്കും സബ്സ്ക്രൈബ്, ലൈക്ക്, കമൻറ്റ്, ഷെയർ. അപ്പോൾ ബൈ, ഗുഡ് നൈറ്റ്. Bye.